ഹലോ ഗായ്സ് ഇപ്പം ഓണമൊക്കെ ഇങ്ങ് വന്നൂല്ലേ ഗൈസേ അല്ലേ? മോസ്റ്റായിട്ട് ഓണമൊക്കെ വന്നു. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എവിടെയായി നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നിന്ന് മോസ്റ്റായിട്ട് ഞാനൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. സ്റ്റോറി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എൻ്റെ ഒരു അനുഭവ കഥ. അത് ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മോസ്റ്റായിട്ട് ഈ ഒരു കാര്യമാണ് ഗൈസ്. കാരണം ഇത് നടന്നിട്ടുള്ളത് ഈ ഒരു കഥ, അതായത് ഈ ഒരു അനുഭവം ഇത് നടന്നിട്ടുള്ളത് നമ്മുടെ ഓണക്കാലത്താണ് കേട്ടോ. അപ്പോൾ മോസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റോറി എന്താണെന്ന് കേൾക്കണ്ടേ ഗൈസേ? അപ്പം മോസ്റ്റായിട്ട് നമുക്ക് സ്റ്റോറി പറയാം അല്ലേ? ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പം നമുക്ക് മോസ്റ്റായിട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാമല്ലേ ഗൈസ്? അപ്പോൾ ഓണം എന്ന് ചെയ്യാൻ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു കഥ, ഈ ഒരു സ്റ്റോറി, ഈ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാത്രമല്ല ആ സ്റ്റോറി മോസ്റ്റായിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നിട്ടും ഉണ്ട് ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അല്ലേ ഗായ്സ്. അപ്പം ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാനൊരു 1, 2 പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലാണ് കേട്ടോ ഗായ്സ് മോസ്റ്റായിട്ട് ഈ ഒരു സ്റ്റോറിയോ ഈ ഒരു സംഭവം നടക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താണെന്നല്ലേ? യെസ്, മോസ്റ്റായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഗായ്സ് മോസ്റ്റായിട്ട് നമ്മുടെ സിബ്ലിങ്സിനോട് എപ്പോഴും മോസ്റ്റായിട്ട് എന്താ പറയുക, അടി കൂടാൻ വേണ്ടിയിട്ടൊക്കെ മോസ്റ്റായിട്ട് പോകാറുണ്ടല്ലേ ഗൈസേ? ഞാനും അങ്ങനെയാണ് കേട്ടോ. ഞാൻ മോസ്റ്റായിട്ട് കുഞ്ഞാച്ചിനെ അധികവും ഞാൻ വാവാറ്റിൻ്റെ അടുത്തിനെക്കാട്ടും ഞാൻ കുഞ്ഞാച്ചിൻ്റെ അടുത്ത് പോയിട്ടാണ് മോസ്റ്റായിട്ട് ശല്യപ്പെടുത്താറ്. ലാസ്റ്റ് അവരെന്തെങ്കിലും വഴക്ക് പറയതാക്കും, അതുപോലെ ഞാൻ പിണങ്ങിയിരിക്കും. അത് തന്നെയാണ് കേട്ടോ, അപ്പോഴും ഇപ്പോഴൊക്കെ അത് തന്നെയാണ് മോസ്റ്റായിട്ട്. കാരണം എനിക്കറിയില്ല കൈസ് എന്താണെന്ന്, ഞാൻ മോസ്റ്റായിട്ട് അങ്ങനെ ശല്യപ്പെടുത്തും. പിന്നെയെന്ന് പറയുമ്പം എന്താ പറയുക, ബ്രദർ ഇല്ലാത്തതുകൊണ്ട് ബ്രദർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ മോസ്റ്റായിട്ട് നമ്മൾ എന്താ പറയുക, സിസ്റ്റർ ബോണ്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയുക, അപ്പോൾ ഗൈസ് നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ അടുത്ത് അടി കൂടാറുണ്ടോ? മോസ്റ്റ് ആണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്. ശല്യപ്പെടുത്താൻ പോകാനൊന്നും മറക്കരുത്. ഓക്കെ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ചെറുപ്പത്തിലാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓണക്കാലത്താണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഒരു ഓണ ദിവസം മോസ്റ്റായിട്ട് എൻ്റെ ഗൈസേ ഞാനും കുഞ്ഞാച്ചിയും കൂടി എന്താ പറയുക കളിക്കുകയായിരുന്നു ഗൈസേ. പുറത്തിങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഓടിക്കളിക്കുന്ന നമ്മളിങ്ങനെ എന്താ പറയുക, കുഞ്ഞാച്ചി എന്നെ പിടിക്കാൻ വരും, സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും. നമുക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ലല്ലോ ഗൈസേ. മോസ്റ്റായിട്ട് ഓടുക, പിടിക്കുക, അങ്ങനത്തെ സംതിങ് ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ മോസ്റ്റായിട്ട് പിന്നെന്ന് പറയുമ്പം എന്താ പറയുക, അന്നും ഇങ്ങനെ ഓണ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്ത് കുറേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്, നമ്മുടെ പുറം മുറ്റത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ പൂച്ചട്ടികൾ വെച്ചിട്ട് പൂച്ചട്ടി കൂടി ഫുൾ നമ്മുടെ മറ്റേ ആൻഡൂരിയം ഫ്ലവറൊക്കെ ഇല്ലേ, അതൊക്കെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പം പൂച്ചട്ടി എന്ന് പറയുമ്പം നല്ല അത് ഞാനിങ്ങനെ പറയേണ്ടതായിരിക്കും. അതൊക്കെ പൊട്ടിപ്പോയിട്ടോ ഗൈസ്, എല്ലാ പൂച്ചട്ടിയും തന്നെ പൊട്ടിപ്പോയി. നല്ല രസമുള്ള പൂച്ചട്ടി ആയിരിക്കും, നല്ല എന്താ പറയുക മണ്ണിൻ്റെ തന്നെ. പക്ഷേ നല്ല എന്താ പറയുക, എന്താ പറയുക, നല്ല കുറേ ഡിസൈൻസൊക്കെയാണ്, നല്ല രസമുള്ള പൂച്ചട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഞാനതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി നല്ല ഫ്ലവേഴ്സ് വെച്ച്. പക്ഷേ ഇപ്പോൾ എല്ലാം മോസ്റ്റായിട്ട് പൊട്ടിപ്പോയിട്ടും. അപ്പം നമ്മുടെ പുറത്തായിരുന്നു മോസ്റ്റായിട്ട് പൂച്ചട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കായിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ എന്നും ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒന്നിനും ഒരു സ്ഥലമില്ല ഗൈസ്. മുറ്റത്തേക്ക് ഇറങ്ങിയാലും സ്ഥലമില്ല, തിണ്ണയിലും സ്ഥലമില്ല, അകത്ത് സ്ഥലമില്ല, എവിടെയും സ്ഥലം. ഇവിടെയെന്ന് പറയുമ്പം തെറ്റിത്തെറിച്ച് കിടക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ. ഇവിടെ ഫുള്ള് എൻ്റെ ഗൈസ് ഞാൻ എന്താ പറയണ്ട, അവിടെ നിന്ന് ഒന്ന് തെന്നിയാൽ മതി, നമ്മളെ താഴെ എത്തും. കുട പിടിച്ചോട്ടോ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ വീണതിന് കണക്കില്ല, അത്ര പ്രാവശ്യം വീണിട്ടുണ്ട്. കാരണം നമ്മുടെ അത്രയ്ക്കും മോസ്റ്റാണ് എൻ്റെ ഗൈസേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതുവരെ കഥ മോസ്റ്റായിട്ട് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുറ്റത്ത് കുറേ പൂച്ചട്ടി, നടക്കാനൊന്നും അങ്ങനത്തെ ഒന്നിനും ഇപ്പോഴും സ്ഥലമില്ല, അന്ന് സ്ഥലം ഇന്ന് സ്ഥലം, ഒരിക്കലും സ്ഥലം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാനും കുഞ്ഞാച്ചിയും കൂടി മോസ്റ്റായിട്ട് ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താ കുഞ്ഞാച്ചി പിടിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ തിണ്ണേന്ന് ഓടിപ്പോയി കയറിയത് എങ്ങോട്ടറിയോ? ആ പൂച്ചട്ടീൻ്റെ മുകളിൽ. പിന്നെ വല്ലതും ഉണ്ടോ പറയാൻ? ഞാൻ പോയിട്ട് ഇവിടെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മുറ്റത്ത് കുറേ കല്ലുകളുണ്ട്. അതറിയത്തില്ല എന്താ ഇങ്ങനെയെന്ന്. നമ്മുടെ റോഡ് തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നോടെ വരെ ഫുൾ കല്ലുകളാണ്. അതും വലിയ ടൈപ്പ് വെള്ളാരം കല്ലുകൾ, അതുപോലെ കൂർത്ത് നിൽക്കുന്ന ടൈപ്പ് വലിയ കല്ലുകൾ കേട്ടോ. ഇപ്പോഴും അതെ കേട്ടോ ഗൈസ്. അന്നേരം നമ്മൾ മോസ്റ്റായിട്ട് ആ കല്ലുകൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ല് നല്ല ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയേക്കുവാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ ഇവിടുന്ന് വീണാൽ പിന്നെ കിട്ടില്ല. അതാണ് നമ്മൾ അത്ര കെയർഫുള്ളായിട്ടാണ് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കൊണ്ട് നടക്കുന്നത്. പുറത്തേക്കൊക്കെ ഇറക്കാൻ തന്നെ പേടിയാണ്. കാരണം ഇവിടെ ഫുള്ള്
കല്ലുകളായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കല്ലിൽ തട്ടിയിട്ട് ഞാൻ നേരെ പോയി വീണതാ പൂച്ചട്ടീൻ്റെ മുകളിലേക്ക്. പിന്നെ വല്ലതും ഉണ്ടോ എൻ്റെ ഗായ്സെ പറയാം. അത് ചെറുപ്പത്തിലാകുമ്പോൾ പിന്നെ നമുക്ക് കണ്ണും മൂക്കൊന്നുമില്ല, നമ്മൾ ഒരു ശ്രദ്ധയില്ലാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി എഴായിരിക്കും നടക്കുക ഗായ്സ് അല്ലേ. നമുക്കൊരു ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല ഗായ്സ്, നമുക്ക് കളിക്കണം എന്ന ഒരു വിചാരം അങ്ങനെ മാത്രമാണല്ലോ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ കല്ലിൽ തട്ടിത്തെറിച്ച് വീണത് നമ്മുടെ പൂച്ചട്ടീൻ്റെ മുകളിലേക്ക്. അതും നിങ്ങൾ കേൾക്കണം, പൂച്ചട്ടിയിൽ പോയിട്ട് എൻ്റെ മുഖമാണ് പോയിട്ട് പൂച്ചട്ടിയിലേക്ക് ഇടിച്ചത്. എന്താ ഞാൻ പറയണ്ടേ, കല്ലിൽ തട്ടി നേരെ പോയിട്ട് മുഖം പോയിട്ട് പൂച്ചട്ടിയിലേക്ക് അടിച്ചു. പൂച്ചട്ടി പൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചട്ടീൻ്റെ ഒരു സൈഡ് അങ്ങ് പൊട്ടി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അപ്പം ഞാൻ എത്ര ശക്തിയിലായിരിക്കും പോയിട്ട് പൂച്ചട്ടിയിലേക്ക് അടിച്ച് വീണിട്ടുള്ളതെന്നല്ലേ. അമ്മേ ഗായ്സ്. എന്നിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചട്ടിയിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞില്ല മുഖം ഇടിച്ചപ്പം എന്താ പറയുക, അങ്ങനെ ഇടിച്ച സമയത്ത് എൻ്റെ ഈ ഒരു ഭാഗമായിരുന്നു ഗൈസ് മോസ്റ്റായിട്ട് എന്താ പറയുക പെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം മോസ്റ്റായിട്ട് എനിക്കൊരു വലിയൊരു മോസ്റ്റായിട്ടൊരു കാര്യം പറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എൻ്റെ മുഖത്തിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പാടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ മോസ്റ്റായിട്ടൊരു പാടുണ്ട്. അതായത് ചെറിയ പാടാണ് കേട്ടോ, അത് മോസ്റ്റ് വലുതായത് കണ്ടോ, ഇവിടെ ഒരു പാടുണ്ട്. ആ പാട് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചട്ടി ഇടിച്ചിട്ടാണ് ഗൈസ് ആ പാട് വന്നത്. ഇപ്പം എത്ര വർഷമായി കുറേ വർഷമായി. എന്നിട്ടും എന്താ പറയുക, ഇതുവരെ ആ പാട് പോയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇടിച്ചെന്ന് കേൾക്കണ്ടേ. അങ്ങനെ ഞാൻ ഓടി വീണപ്പം പൂച്ചട്ടി പോയിട്ട് എൻ്റെ മുഖം പോയിട്ട് ആ പൂച്ചട്ടിക്കെട്ട് ഇടിച്ചു. പൂച്ചട്ടി എൻ്റെ ഇവിടെ കുത്തിക്കേറിക്കൊണ്ടിരുന്നു. ഒന്നോർത്ത് നോക്കിയത് ഇവിടെ ഒരു വര പോലത്തെ ഭാഗമുണ്ട്, അവിടെ പൂച്ചട്ടി കൊണ്ടിരുന്നു. എൻ്റെ ഗൈസെ നോക്കുമ്പോൾ പൂച്ചട്ടീൻ്റെ ഒരു പീസ് ഗൈസെ അവിടെ ഇരിക്കുക. എൻ്റെ ദൈവമേ, എന്താ പറയുക. പക്ഷെ അപ്പോൾ ഒന്നും അത്ര ടെൻഷനും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുപ്പത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഞാനതിൻ്റെ മോസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചേനെ കേട്ടോ. അമ്മേ, അങ്ങനെ മോസ്റ്റായിട്ട് പൂച്ചട്ടി അവിടെ ഇരിക്കാണ്ട് ഞാനതിങ്ങനെ എടുത്തു. അത് കഴിഞ്ഞപ്പം മോസ്റ്റായിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ പാട്. മോസ്റ്റായിട്ട് അത് കഴിഞ്ഞപ്പം ബ്ലഡ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബ്ലഡ് എൻ്റെ ഇവിടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക്, ചുണ്ടിൻ്റെ ഉള്ളിലേക്കും കൂടി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റഡ് ഇടാൻ പറ്റുമായിരുന്നു, അങ്ങനത്തെ പാകത്തിലായിരുന്നു. കാരണം ചുണ്ടിൻ്റെ ഉള്ളിലേക്കും കൂടി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വായിൽ ഫുള്ള് ബ്ലഡായി, പുറത്തും ഫുള്ള് ബ്ലഡായി. ഓർത്തങ്ങനെ പൂച്ചട്ടി പൊട്ടിയെങ്കിൽ പിന്നെ എത്ര ഇതിലായിരിക്കും ഞാൻ പോയിട്ട് അടിച്ച് വീണിട്ടുണ്ടാവുക. അങ്ങനെ മോസ്റ്റായിട്ട് എന്താ പറയുക ബ്ലഡൊക്കെ വന്നു. പിന്നെ അവിടെ എന്താ പറയുക മോസ്റ്റ് മുറുകൂടി ഐറ്റംസൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉണക്കി അതെങ്ങനെയൊക്കെയൊക്കെയോ ഉണങ്ങി മോസ്റ്റായിട്ട് ഇപ്പോൾ ഉണങ്ങി വന്നതാണ് ഗൈസ് ഈ ഒരു മോസ്റ്റായിട്ടുള്ളൊരു പാട്. എന്നോട് എന്താ പറയുക ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ പറ്റും, കാരണം അത് മോസ്റ്റായിട്ട് വിസിബിളാവുന്ന ഒരു മോസ്റ്റായിട്ടുള്ളൊരു പാടാണ്. ഇതുവരെ ആ പാട് മോസ്റ്റായിട്ട് പോയിട്ടില്ല. നിങ്ങളും എന്താ പറയുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. മോസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ എന്താ പറയുക ആ ഒരു പാട് മോസ്റ്റാണ് ഗൈസ്. അങ്ങനെ ഞാൻ അത് പോയിട്ട് ഇടിച്ച സമയത്ത് കാറി കൂവി കരഞ്ഞായിരുന്നു കേട്ടോ. കുഞ്ഞാച്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ കാറിലും കൂവിലും ഒക്കെ കേട്ടിട്ട് മോസ്റ്റായിട്ട് മമ്മയും കുഞ്ഞാച്ചി വാവാറ്റി എല്ലാവരും ഓടി വന്നു. ബ്ലഡൊക്കെ ഒഴുകുന്ന പറഞ്ഞിട്ട് അവർ മോസ്റ്റായിട്ട് എന്താ പറയുക ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ മോസ്റ്റായിട്ട് ഇത് ഉണങ്ങി. അപ്പം ഫസ്റ്റ് തന്നെ ഓണമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മോസ്റ്റായിട്ട് ഈ ഒരു കാര്യമാണ് ഗൈസെ ഓർമ്മ വരുന്നത്. ഈ ഒരു പാടും കൂടി കാണുമ്പോൾ പിന്നെ ഞാനന്ന് അന്ന് പോയിട്ട് ഇടിച്ചതൊക്കെ മോസ്റ്റായിട്ട് ഇങ്ങനെ ഓർക്കും കേട്ടോ. ഒന്നും പറയാനില്ല, ബിഗ് മോസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോസ്റ്റായിട്ടുള്ള ഒരു സ്റ്റോറി. അപ്പോൾ ഓണമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു പാട്. അതിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ആ പാട് കാണുമ്പോൾ തന്നെ ഞാനന്ന് മോസ്റ്റായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരും കേട്ടോ. അത് മോസ്റ്റായിട്ടുള്ള കാണാം വയസ്സ്. അപ്പം നിങ്ങളുടെ എന്താ പറയുക മോസ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ മോസ്റ്റായിട്ട് വീണ പാടുകൾ അവിടെ മേത്ത് ഉണ്ടാവുള്ളൂ അല്ലേ ഗായ്സ്. മോസ്റ്റായിട്ട് എൻ്റെ മേത്തൊക്കെ അടിമുടി ഫുൾ പാടുക, കാരണം വീഴ്ച മാത്രം ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്നോട് പറയും ആകാശത്ത് നോക്കി നടക്കല്ലേ നിലത്ത് നോക്കി നടക്കുന്ന അമ്മച്ചി പറയും. കാരണം എവിടെ പോയാലും ഞാൻ വീഴുമായിരുന്നു ഗായ്സ്. അതുപോലെ തന്നെ
ഇപ്പം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് ഭൂമിദേവിക്ക് കൊടുക്കും, എന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ. എന്ത് കിട്ടിയാലും ഞാൻ നിലത്തിടും. എന്ത് കിട്ടിയാലും പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ഞാൻ നിലത്തിടും, എന്നിട്ടാണ് ഞാൻ അത് കഴിക്കുന്നുള്ളൂ. അയ്യോ അതൊക്കെ മോസ്റ്റായിരുന്നു ഗൈസ്. അയ്യോ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ചിരി വരുന്നു. മോസ്റ്റ് മെമ്മറീസാണ് അതൊക്കെ. അപ്പം ഇതൊരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു മോസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി അനുഭവമാണ് കേട്ടോ ഗൈസ്. ഇനിയൊരു മോസ്റ്റായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ ഗൈസ്. ഇനി ഇതിലും മോസ്റ്റായിട്ട് എൻ്റെ ലൈഫിൽ തന്നെ എന്താ പറയുക മോസ്റ്റായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു വലിയൊരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയൊരു ക്ലൂ തരാം. ഇതെൻ്റെ രണ്ടാമത്തെ ജന്മമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താണെന്നല്ലേ? യെസ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ട് തന്നെന്ന് മാത്രം. അപ്പോൾ ഞാനത് മോസ്റ്റായിട്ട് ആ ഒരു ഡേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ മോസ്റ്റായിട്ട് ആ ഒരു ഡേറ്റ് അത് ഞാനെന്താ പറയുന്നത്, അതെ ആ ഒരു ഡേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡേറ്റ് ആകുമ്പോൾ ഞാൻ മോസ്റ്റായിട്ട് നിങ്ങളുടെ ആ മോസ്റ്റായിട്ടുള്ളൊരു അനുഭവം ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓൺ ദ വേ ഞാൻ ആ ഒരു മോസ്റ്റായിട്ട് മോസ്റ്റ് സ്റ്റോറിയാണ് ഗായ്സ് നിങ്ങൾ. അപ്പം നിങ്ങളതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് മോസ്റ്റായിട്ട് ഇത് പറയുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റോറി മാത്രമാണ്. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും ഓണം എവിടെ വരെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ഒരു ഡേയും കൂടി ഉള്ളൂ. നാളെ ഉത്രാടാണ്, കഴിഞ്ഞാൽ തിരുവോണമാണ്. തിരുവോണം നമുക്ക് കലക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പ്ലസ് അഡ്വാൻസ് ഹാപ്പി ഓണം.